ഞാൻ മുരളീധരൻ കുടിയിൽ. ഇന്ന് ഞാൻ പറയുന്നത് ഒരു കഥയാണ്. ഒരു വയോധികനും ഒരു ദൈവവിശ്വാസിയും ഒരു ധനികനുമായ ഒരു വ്യക്തി ഒരിക്കൽ മരണപ്പെട്ടു. സ്വാഭാവികമായി മരണപ്പെടുമ്പോൾ നമുക്ക് മൂത്ത മകനായിരിക്കും അതിൻ്റെ ചടങ്ങുകൾ നടത്തുന്നത്. അപ്രകാരം ഇവിടെയും ഒരു ചടങ്ങുകളെല്ലാം നടത്തി അതിനുശേഷം സഞ്ചാന്യമായി അതിനുശേഷം ചിതാഭസ്മം കൊടുക്കാൻ കൊണ്ടുപോകുന്ന സമയത്തായിരുന്നു ഒരു ഫോൺ കോൾ വരുന്നത്. സ്വത്തുക്കളെല്ലാം അനിയന്മാർ പാകം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു വന്ന് ഇതറിഞ്ഞതും ഇദ്ദേഹം ഈ കയ്യിലിരുന്ന ചിതാഭസ്മം എടുത്ത് ഓടയിലേക്ക് എറിഞ്ഞു തിരിച്ച് വീട്ടിൽ മടങ്ങുകയാണ് ചെയ്തത്. അവിടെ ചെന്നപ്പോൾ ഇവരെല്ലാം കലഹമായിരുന്നു. അടിപിടി കൂടി. അതിനുശേഷം ഒരാൾ ജയിലിലും ബാക്കിയുള്ളവർ ആശുപത്രിയിലും പോയി എന്നുള്ളതാണ് പരമമായ ഒരു സത്യം. പക്ഷേ എന്നാൽ ഈ ചിതാഭസ്മം എടുത്ത് ഓടയിലെറിയുന്നത് ആറ്റരികത്ത് നിന്ന ഒരു വടവൃക്ഷത്തിലിരുന്ന ഒരു ഗരുഡൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ ഓടയിൽ വീണത് എന്താണെന്ന് കൗതുകത്തോടെ വന്നത് കൊണ്ടുപോയി മുകളിൽ മരക്കൊമ്പിൻ്റെ മുകളിൽ നിന്ന് ഇത് കൊത്തിപ്പറിക്കുന്നതിനിടയിൽ ഇതിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് ഉടയുകയും അത് ആ വെള്ളത്തിൽ തന്നെ ലയിച്ച് നിമഞ്ജനം ചെയ്യുകയും ചെയ്തു. സ്വാർത്ഥരായ മക്കളെക്കാൾ ദൈവം അവിടെ അയച്ചത് നിസ്വാർത്ഥമായ ഒരു പക്ഷിയിലൂടെ ആയിരുന്നു. മറ്റൊരു സ്ഥലത്തൊരു മരണം നടന്നു. ഒരു ചെറുപ്പക്കാരൻ്റെ അമ്മയാണ്. അവൻ ദൂരെ പഠിച്ചുകൊണ്ടിരുന്നവനെ വിളിച്ചു വരുത്തി വീട്ടിൽ വന്നപ്പോൾ ആൾക്കൂട്ടവും ബഹളവും ഒക്കെ ആയി. എന്നാൽ ഇവൻ ഇതൊന്നും കാണാൻ കഴിയാത്തത് കൊണ്ട് ദുഃഖം കൊണ്ട് അവൻ കഥകടച്ച് ഒരു മുറിയിലിരിക്കുകയായിരുന്നു. ചടങ്ങ് നടത്താനുള്ള സമയത്ത് ഇവനെ പോയി വിളിക്കുന്ന സമയത്താണ് ഇവൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവന് ഇവിടെ കണ്ടതൊന്നും ഒരു ദുഃഖമോ പ്രയാസമോ ഒന്നുമല്ല, ഇതൊരു അരാജകത്വമായി മാറി. എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ തലമുറ ഈ രീതിയിൽ നീങ്ങിയത്? നമ്മൾ ചെയ്യുന്ന ദോഷം കൊണ്ട് തന്നെയാണ്. ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ റിയാക്ഷനും നമ്മൾ അനുഭവിച്ചേ പറ്റൂ. എന്നാൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ബോർഡിങ്ങിലേക്ക് അയക്കുന്ന ബാല്യത്തിൽ നമ്മൾ അറിയുന്നില്ല ഇതൊക്കെ സംഭവിക്കുമെന്ന്. അമ്മയുടെ ലാളനയേറ്റ് മടിയിലിരിക്കുന്ന കുഞ്ഞിനെ പിടിച്ചു പറിച്ചു കൊണ്ടുപോയി ഇംഗ്ലീഷ് പഠനത്തിനും മറ്റു ഉന്നത പഠനത്തിനും വേണ്ടി എല്ലാ സൗഭാഗ്യമുള്ളതിനെ തന്നെ ത്യജിച്ചുകൊണ്ട് പോകുമ്പോൾ അവൻ അന്ന് ഉറക്കെ നിലവിളിക്കുന്നുണ്ട്. അന്ന് ആ നിലവിളി അവനൊരു ബാലനല്ലേ എന്നുള്ളത് കൊണ്ട് ആരും ശ്രദ്ധിച്ചില്ല. എന്നാൽ അവൻ്റെ മനസ്സിൽ അവൻ്റെ അമ്മയുടെ മരണമാണെന്ന് നടന്നിരിക്കുന്നത്. അവൻ്റെ അച്ഛൻ്റെ മരണമാണ്, അല്ലെങ്കിൽ അവൻ്റെ ബന്ധുക്കളിൽ നിന്നുമുള്ള വേർപാടിൻ്റെ ഒച്ചപ്പാടാണ് അന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ കൊണ്ട് അയക്കുന്നത് ഒരു പഠനത്തിൻ്റെ പേരിൽ കൊണ്ട് ആക്കുന്നത് മറ്റൊരു ജയിലിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ ജയിൽ വാർഡൻ്റെ സ്ഥാനത്ത് സ്കൂളിൻ്റെ കാവൽക്കാരൻ, അതിനുശേഷം 30 ദിവസം തികഞ്ഞാൽ കാശ് വാങ്ങാമെന്ന് വ്യാമോഹിച്ചിരിക്കുന്ന അവനെ നയിക്കുന്നത് സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എന്ന സ്ഥാനം വഹിക്കുന്നവർ. ഇവരുടെ എല്ലാം കണ്ണുരുട്ടി കാണിക്കലും പരുക്കൻ സ്വഭാവങ്ങളുമാണ് ഇവനെ ബാല്യത്തിൽ ഊഞ്ഞാല് കെട്ടി ആടുന്നതിനും അതുപോലെ കുളത്തിൽ കുളിക്കുന്നതും മറ്റെല്ലാം ചിത്രശലഭത്തെ പിടിക്കുന്നതും മറ്റെല്ലാ കാര്യങ്ങളും അവനിൽ നിന്നും അകറ്റിക്കൊണ്ട് ഇത്തരം ഒരു പാഠശാലയിലേക്ക് അയക്കുന്നത് നമ്മൾ തന്നെയാണ്. അവൻ പിന്നെ പഠിച്ചിറങ്ങി വരുമ്പോൾ അവന് അച്ഛനില്ല, അമ്മയില്ല. അവരുമായി ഉള്ള ബന്ധങ്ങളെല്ലാം പണ്ടേ മരിച്ചു കഴിഞ്ഞു അവൻ്റെ മനസ്സിൽ. അപ്പോൾ ഇത് തന്നെയാണ് അവന് പിന്നെ ഒരു മരണം നടന്നാൽ അവനിൽ മറ്റൊരു വികാരവും ഇല്ലാതെ ആവുന്നത്. അതിന് കാരണം നമ്മൾ തന്നെയാണ്. ഇത്തരം കുടുംബങ്ങളിൽ തന്നെയാണ് ഇവരെ ഒന്ന് സഹിക്കാൻ വയ്യാതെ ഇവരൊരു ശല്യമായി അമ്മയും അപ്പനും വയസ്സാകുമ്പോൾ അവർ കൊണ്ടുപോയി അതിഥി മന്ദിരത്തിൽ ഏൽപ്പിക്കുന്നതും ഇവർ തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആക്ഷൻ ഉണ്ടെങ്കിൽ അതിനൊരു റിയാക്ഷനും ഉണ്ട്. അത് നമുക്ക് തന്നെയാണ് വരുന്നത്. ഒരേ സമയം ഒരു തുലാസിൽ 2 സൈഡും ഒരുമിച്ച് താഴണമെന്നൊന്നും വാശി പിടിച്ചുകൊണ്ട് കാര്യമില്ല. ഇനിയുള്ള തലമുറകൾ നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ നിർത്തുന്നു. അടുത്തും ഒരു വീഡിയോയുമായി വരുന്നതാണ്.